അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള SNECയുടെ ഉസ്താദുമാരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് വീണ്ടും സമാഗതമായി. അൽഹംദുലില്ലാ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷദായകമായൊരു മുഹൂർത്തമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകമായ കാരുണ്യവർഷത്തിൻ്റെ സമയങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്നലി റബ്ബിക്കും ഫി അയ്യാമി ദഹരിക്കും ലനഫഹാത്ത്. നഫഹത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ വർഷമാണ്. പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ, ചില സന്ദർഭങ്ങൾ. പക്ഷേ അത് ലഭ്യമാവണമെങ്കിൽ ആ വർഷിക്കുന്ന ഇടത്തേക്ക്, ആ സ്ഥലത്തേക്ക്, സമയത്തേക്ക് നാം തയ്യാറാവണം. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിലേക്ക് നമ്മൾ വെളിവാവണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഫതഅറദൂ ലഹാ. ആ നഫഹത്തിലേക്ക് നിങ്ങൾ അത് സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാവുക, അതിലേക്ക് നേരിടുക. അത് സ്വീകരിക്കാൻ മനസ്സ്, നമ്മുടെ ഹൃദയത്തെ തുറന്ന് നമ്മൾ കാത്തിരിക്കുക. അതേ സമയത്ത് അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിന് പറ്റുന്ന ഇത്തരത്തിലുള്ള അനുഗ്രഹം ഏറ്റവും കൂടുതൽ വർഷിക്കുന്ന, അത് പിടിച്ചു പറ്റാൻ ഉതകുന്ന വ്യത്യസ്തമായ മാർഗങ്ങളുള്ള ഒരു മഹനീയമായ, ഒരു മുബാറക്കായ മാസമാണ് വിശുദ്ധ റമളാൻ മാസം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരവസരം റമളാൻ മാസത്തെ സ്വീകരിക്കാൻ ലഭ്യമാവുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമായ മനുഷ്യൻ അതിൽ സന്തോഷിക്കും. ഇദാ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിനുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നന്മ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു നന്മ ചെയ്യാൻ ഭാഗ്യമുണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ ഉണ്ടാവുക, ഒരു കുളിർമ ഉണ്ടാവുക. അഹങ്കാരമല്ല, ഉജുബല്ല, താൻപൊരുമയല്ല, മറിച്ച് അള്ളാഹു എനിക്കതിന് ഭാഗ്യം നൽകിയല്ലോ എന്ന ആ ഒരു അർത്ഥത്തിലുള്ള ഒരു മാനസികമായൊരു സന്തുഷ്ടി ഉണ്ടാവുക, മാനസികമായൊരു സന്തോഷമുണ്ടാവുക. ഇങ്ങനെ ഉണ്ടാകുന്നതും വസാഅത്തുക സയ്യിഅത്തുക, എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എന്തെങ്കിലും സയ്യിഅത്ത് സംഭവിച്ചാൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ മാനസികമായ ഒരു പിരിമുറുക്കമുണ്ടാവുക, വേദനയുണ്ടാവുക, ഒരു ഖേദമുണ്ടാവുക. അങ്ങനെ അവൻ്റെ മനസ്സ് വേദനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഹൃദയത്തിൽ അൽഹംദുലില്ലാ ഇപ്പോഴും ഈമാൻ ചൈതന്യവത്തായി ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ സ്വാഭാവികമായും മുഅ്മിനായ മനുഷ്യൻ ഇത്തരത്തിലുള്ള അവസരത്തിൽ അള്ളാഹുവിനോട് ആ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മാനസികമായി സന്തോഷിക്കുകയും പരമാവധി ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ മാസം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ വ്രതാനുഷ്ഠാനമാണ്, നോമ്പ് എടുക്കലാണ്. അത് അതിൻ്റേതായ ആ പ്രത്യേക രൂപത്തിൽ നിയ്യത്തോടുകൂടെ നാം ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണല്ലോ നോമ്പ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു സൈന്യത്തെ തയ്യാർ ചെയ്തപ്പോൾ മൂപ്പരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മൂപ്പര് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഷഹാദത്ത് ലഭ്യമാവണം. ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയായി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും ആ റിദ്വാനിലേക്ക് എത്താനും എനിക്ക് കഴിയണം. അതുകൊണ്ട് തങ്ങൾ അതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് നേരെ മറിച്ചാണ്. അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. അള്ളാഹുവെ, ഈ സൈന്യത്തെ നീ രക്ഷപ്പെടുത്തണം, സുരക്ഷിതരായി യുദ്ധമൊക്കെ വിജയിച്ച് തിരിച്ചു വരാൻ അവർക്ക് ഭാഗ്യം നൽകണം. വഗന്നിംഹും, അവർക്ക് ഗനീമത്ത് സ്വത്തും കൊടുക്കണം. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫസലിംനാ വഗനിംനാ. ആ യുദ്ധത്തിൽ വളരെ സുരക്ഷിതരായി ഞങ്ങൾ തിരിച്ചു വന്നു, കുറേ ഗനീമത്ത് സ്വത്തും കിട്ടി. വീണ്ടും ഇതുപോലെ അവസരമുണ്ടായി. അപ്പോഴും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും റസൂലുള്ളാഹി ദുആ ചെയ്ത് ഇങ്ങനെയാണ്. ഇങ്ങനെ 2-3 പ്രാവശ്യമുണ്ടായപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഇത് വിധിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു തോന്നലുണ്ടാവുകയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പറഞ്ഞു, നബിയെ, ഞാൻ ജിത്തുക്കത്തെത്തിറ, ഞാൻ പലവട്ടം അങ്ങയുടെ അരികിൽ വന്നു, എനിക്ക് ഷഹാദത്ത് ലഭ്യമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷേ അങ്ങ് ഇങ്ങനെയാണ് ദുആ ചെയ്തത്,
അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും ഫസലിംനാ വഗന്നിംനാ. അതുകൊണ്ട് പക്ഷേ എനിക്ക് ആ സ്വർഗവും ആ സ്വർഗത്തിലെ ഉന്നതമായ പദവിയും അള്ളാഹുവിൻ്റെ റിളുവാനും ആ ലിഖാവും ഒക്കെ എനിക്ക് വേണം. അത് എനിക്ക് ഉറപ്പാക്കുന്ന എന്തെങ്കിലും ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്. നീ നോമ്പ് അനുഷ്ഠിച്ചോളൂ എന്നാണ്. അലൈക്ക, നോമ്പ് മുറുകെ പിടിച്ചോളൂ എന്നാണ്. റമദാൻ്റെ നോമ്പ് മാത്രമല്ല, എപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുക. ഫഇന്നഹു ലാ ഇദ്ല ലഹ്, അതിനൊരു മിഥിലില്ല, തുല്യമായി മറ്റൊന്നില്ല, അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു അമലില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, എന്താണ് നോമ്പിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ പള്ളികളിലൊക്കെ കേൾക്കുന്ന ഹദീസാണ്, എല്ലാ അമലുകൾക്കും അള്ളാഹു 10 മുതൽ 70 700 70,000 ഒക്കെ പ്രതിഫലം നൽകും, ഇല്ല സൗം, നോമ്പൊഴികെ. ആ നോമ്പ് അത് എനിക്കുള്ളതാണ്, അതിന് ഞാൻ പ്രതിഫലം നൽകും. അതിൻ്റെ കൈയും കണക്കൊന്നും നിങ്ങളാരും ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല, അത് കണക്കാക്കാൻ സാധ്യമല്ല, അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന ഒന്നാണ് എന്നാണ്. അത് എനിക്ക് മാത്രമായി മറ്റാരും അറിയാതെ ചെയ്യുന്നൊരു അമലാണ്. അപ്പോൾ എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ ആദ്യമായി 1-2 കാര്യങ്ങൾ ഞാൻ ഉണർത്താം. മനുഷ്യൻ ഈ ശാരീരികമായ നമ്മളെ ഈ ബാഹ്യമായ ശരീരവും ആത്മാവും കൂടിയതാണ്. ഇത് രണ്ടും കൂടുമ്പോൾ അതുപോലെ പലതുമുണ്ട് മഹാന്മാരുടെ ഭാഷയിൽ പറയുമ്പോൾ. പ്രധാനമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ശരീരത്തിൻ്റേതായ കുറേ ആവശ്യങ്ങളുണ്ട്. അതിന് കൂടുതൽ അടിമപ്പെടുകയും അത് വേണ്ട പോലെ നൽകി മുന്നോട്ട് പോവുകയും ചെയ്താൽ ശരീരം ആഫിയത്തോടെ സിഹത്തോടെ അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലവും ഒക്കെ കൂടുതൽ ശക്തിപ്പെട്ടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ അതോടൊപ്പം അപ്പുറത്ത് ആത്മാവുണ്ട്. ഈ ആത്മാവിന് ആവശ്യമായ ഭക്ഷണങ്ങളുണ്ട്. അത് നമ്മൾ ഈ കഴിക്കുന്ന ഈ ഭൗതിക ഭക്ഷണങ്ങളല്ല, അത് ദിക്ർ, സ്വലാത്ത് പോലെയുള്ള സംഗതികളാണ്. അത് നൽകിക്കൊണ്ട് അതിനും ശക്തി നൽകിയാൽ അതിനും ശക്തി ഉണ്ടാകും. ഇത് രണ്ടും ശക്തി പ്രാപിക്കൽ ഒരാവശ്യമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ശരീരത്തെ അമിതമായി അതിൻ്റെ ഇച്ഛകൾക്ക് അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നത് ശരീരത്തെ അപകടപ്പെടുത്തും. ശരീരത്തിൻ്റെ അതിനുള്ള ഒരു തമറുദിൻ്റെ സ്വഭാവം ശരീരത്തിനുണ്ട്, ഒരു മടിയുടെ സ്വഭാവം, നന്മയ്ക്ക് താല്പര്യമില്ലാത്തൊരു സ്വഭാവം ശരീരത്തിനുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും അത് മേൽക്കോയ്മ സ്ഥാപിക്കുകയും അതിൻ്റെ ആധിപത്യത്തിൽ റൂഹിൻ്റെ ഗുണഫലങ്ങൾ ഇല്ലാതെ ക്രമേണ അതിങ്ങനെ ശോഷിച്ച് അതില്ലാതെയായി ശരീരത്തിൻ്റെ ആ ഒരു ബഹായിമി സ്വഭാവം, ഈ ഭക്ഷണം കഴിക്കുക അത് മൃഗങ്ങളും കഴിക്കുന്നതാണല്ലോ, ഭോഗിക്കുക അതും മൃഗത്തിൻ്റെ സ്വഭാവമാണല്ലോ, അതിനൊക്കെ ഉള്ളതാണല്ലോ. ആ വിഷയത്തിൽ നമ്മളും മനുഷ്യരും മൃഗങ്ങളൊക്കെ തുല്യരാണ്. അവരും അങ്ങനെ കഴിക്കുന്നു. ഖുർആനിൽ പറഞ്ഞല്ലോ, വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മത്വൽ ലഹും. അല്ലാഹ് എന്ന ബോധമില്ലാത്ത ആളുകൾ ബഹായിമുകളെ പോലെ തിന്നുക, കുടിക്കുക, ഇങ്ങനെ കുറേ ചിന്ത, അതൊക്കെ ഇങ്ങനെ നടപ്പിൽ വരുത്തുക എന്നത് മാത്രമാണ് അവരുടെ ഒരു ചിന്തയുള്ളൂ. അതിനൊക്കെ അവർ അടിമപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ അതിൽ നിന്ന് അതിനാവശ്യമായത് മാത്രം കൊടുത്ത് ശരീരത്തെ നിയന്ത്രിച്ച്, എന്നാൽ റൂഹിന് ആവശ്യമായ ഭക്ഷണം അതാണ് റമളാൻ മാസത്തിൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു, അതുപോലെ തറാവീഹ് നിസ്കാരം പോലെ ഖിയാമുൽ ലൈൽ പോലെ ധാരാളം നിസ്കരിക്കുന്നു. ഇതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ ദിക്റിനെ നമ്മൾ നിലനിർത്തുകയാണ്. ആ ഒരു ലോകത്തേക്കുള്ള ഒരു ഉയർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ശരീരത്തെ താൽക്കാലികമായെങ്കിലും അതിൻ്റെ ശരീര ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് മലക്കാനിയായ ഒരു സ്വഭാവത്തെ ആവാഹിച്ചെടുക്കാൻ വേണ്ടി അവരോട് സദൃശ്യപ്പെടാനുള്ള ഒരു ശ്രമമാണ് മനുഷ്യൻ നടത്തുന്നത്. പകൽ മുഴുവനും ഭക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിൽക്കുകയാണ്. മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ല. ആ ഒരു സ്വഭാവത്തെ പിന്തുടരാൻ അവൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം ഈ ആത്മാവിന് ആവശ്യമായ ഭക്ഷണങ്ങൾ ധാരാളമായി നൽകുകയും ചെയ്യുകയാണ്. ഇതിലൂടെ ഉണ്ടാകുന്നത് ഇവൻ്റെ ശരീരത്തിനുള്ള ആ മ്ലേച്ഛമായ സ്വഭാവങ്ങളുടെ ശക്തി കുറയുകയും ആത്മാവിനുള്ള ശക്തി വർദ്ധിച്ചുകൊണ്ട് മലക്കാനിയായ ഒരു അവസ്ഥയിലേക്ക്, സ്വഭാവത്തിലേക്ക് ഉയരാൻ അവന് സാധ്യമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആ റൂഹിയായ ആത്മീയമായ ലോകത്തേക്ക് നമ്മുടെ ശരീരത്തിന് പ്രവേശിക്കാനുള്ള ഒരു പാലമാണ് ഈ നോമ്പ്, ഈ റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് തുല്യമായി മറ്റൊന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു നമുക്ക് വലിയൊരു പാഠം നൽകുകയാണ്. ഈ ഭോഗിക്കുക എന്ന് പറയുന്നത്, ശാരീരികമായി ഭാര്യ-ഭർത്ത ബന്ധം എന്ന് പറയുന്നത് മനുഷ്യ വംശം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായൊരു സംഗതിയാണ്. അതോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതോ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ സംഗതിയാണ്. അതിനെയാണ് മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. അതിനവന് കഴിയും.
അവനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്? അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രം, മറ്റാരെയും ഭയപ്പെട്ടിട്ടില്ല. ആരും കാണാതെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് കഴിയും. പക്ഷേ സർവശക്തനായ റബ്ബിൻ്റെ നിരീക്ഷണത്തെ ഭയപ്പെട്ടുകൊണ്ട് അവൻ നോക്കിക്കാണുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ നാം ആ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ്. വിട്ടുനിന്ന് ആത്മീയതയ്ക്ക് അതിനെ കൂടുതൽ ശക്തമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ കുറഞ്ഞ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ നാം ഒരു മലക്കിയായ അവസ്ഥയിലേക്കും അവരുടെ ആ ലോകത്തേക്കും കൂടുതൽ അടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഉള്ളി തിന്നവർ പള്ളിയിൽ കിടക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഫഇന്നൽ മലായികത തതഅദ്ദാ ബിമാ യതഅദ്ദാ മിൻഹുൽ ഇൻസ്, മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് മലക്കുകൾക്കും പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ദുർഗന്ധമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കഴിക്കാതെ ദുർഗന്ധമുള്ള ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് മനുഷ്യന്മാർക്കും ഇഷ്ടമുണ്ടാവില്ല, മലക്കുകൾക്കും ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ വല ഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്കി എന്നാണ്. നോമ്പുകാരൻ നോമ്പനുഷ്ഠിച്ചതിൻ്റെ പേരിൽ, ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ അവൻ്റെ വായക്കുണ്ടാകുന്ന ഒരു മണമുണ്ട്. ആ മണം അള്ളാഹുവിൻ്റെ ലോകത്ത് അത് മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ പരിമളം പരത്തുന്നതാണ് എന്നാണ് പറയുന്നത്. അതവിടെ മനോഹരമാണ്, അതവിടെ ആകർഷണീയമാണ്, അവർക്ക് അതൊക്കെ ഇഷ്ടമാണ് എന്നർത്ഥം. എന്താ കാരണം? ഉള്ളി തിന്നു അതുപോലെയുള്ള കാര്യങ്ങളെന്തെങ്കിലും കഴിച്ചുകൊണ്ടുള്ള ദുർഗന്ധമാണെങ്കിൽ അത് തൻ്റെ വിചാരങ്ങൾക്ക്, തൻ്റെ ഇച്ഛയ്ക്ക്, ശാരീരികമായ ആവശ്യത്തിന് കീഴ്പ്പെട്ടതിൻ്റെ ഒരു അടയാളമാണ്, അതിൻ്റെ അസറാണ്. അതവർക്ക് താല്പര്യമില്ല. എന്നാൽ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടുള്ള ഈ മണമോ, അത് തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന്, തൻ്റെ ശാരീരികമായ വിചാരങ്ങളിൽ നിന്ന്, ഷഹവാത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള തൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. മലക്കുകളോട് താദാത്മ്യപ്പെടുക, അവരോട് സദൃശ്യപ്പെടുക, ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഈ മണം. അതുകൊണ്ടത് മലക്കുകൾക്ക് ഇഷ്ടമാണ്. നോക്കൂ നിങ്ങൾ, ആ ലോകത്തേക്ക് അടുക്കുകയാണ് നമ്മൾ. അവരോടുള്ള അവരുടെ സ്വഭാവത്തെ നാം പകർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അതിനാൽ ഉണ്ടായിത്തീരുന്ന ഓരോ അസറുകളെയും അതിൻ്റെ പ്രതിഫലനങ്ങളെയും അവർ ഇഷ്ടപ്പെടുന്ന ആ ലോകത്ത് അതിനെ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുകയാണ്. അങ്ങനെ ഉയർന്ന് പിന്നീട് ഏകദേശം ഒരു മാസം പൂർത്തിയാകുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ രാത്രിയുണ്ട്. ആ രാത്രിയുടെ ഫളിലേക്ക് പ്രവേശിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞത് എന്താ? തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. റൂഹും ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നാണ് വലിയ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മറ്റു പല തഫ്സീറുകളുമുണ്ട്. ഇവരൊക്കെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ല. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, റബ്ബിൻ്റെ സമ്മതപ്രകാരം ഇറങ്ങി വരുന്നു എന്ന. റബ്ബിൻ്റെ സമ്മതമില്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു സൂചനയാണ്. സമ്മതം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമ്മളൊരു കാര്യത്തിന് സമ്മതം കൊടുക്കുക? ഒന്നുകിൽ അയാളെ സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും അവർക്ക് അതിൽ താല്പര്യം പ്രകടിപ്പിക്കണം. അപ്പോഴാണ് ഇതിന് എന്ന് പറയുക. അപ്പോൾ മലക്കുകൾ ഈ ഒരവസ്ഥയിൽ, മനുഷ്യൻ ഈ ഒരവസ്ഥയിൽ 30 ദിവസം ജീവിക്കുന്നു, അല്ലെങ്കിൽ 20-ലധികം ദിവസം ജീവിക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക ദിവസത്തിൽ ആ മലക്കുകളോട് സദൃശ്യപ്പെട്ട് തൻ്റെ ശാരീരിക ആവശ്യങ്ങളെ നിയന്ത്രിച്ച് ഒരു മലക്കാനിയായ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന്മാരെ കാണുവാനും അവരോട് മുസാഫഹത്ത് ചെയ്യുവാനും അവരോട് സലാം പറയുവാനും മലക്ക് കൊതിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയർന്നു എന്ന സൂചനയാണ് നൽകുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. തഫ്സീർ റാസിയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുമത്. അത്രയും വലിയൊരു അവസ്ഥയിലേക്കാണ് ഈ നോമ്പ് അതിൻ്റേതായ അർത്ഥത്തിൽ നാം നിർവഹിച്ചാൽ നാം എത്തിപ്പെടുന്നത്. അതിൻ്റെ ഗുണഫലം പിന്നീട് 11 മാസവും നിലനിൽക്കുകയാണ്. എന്നും നോമ്പ് നോക്കാതിരിക്കട്ടെ. നേരത്തെ പറഞ്ഞ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പിന്നെ നോമ്പ് ഹറാമായ ദിവസങ്ങളിലല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പായിരുന്നു. അത് സുന്നത്ത് നോമ്പാണ്. എന്നാൽ ഈ റമളാനിലെ നോമ്പ് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരാൻ, പിന്നെ അത് നിലനിർത്തിയാൽ മതി. ആ റമളാനിലൂടെ നേടിയെടുത്ത ആ വിശുദ്ധി, ആ ആത്മീയമായ ചൈതന്യം, ആ മലക്കാനിയായ ഒരു സ്വഭാവം, ആ ഒരു സ്വഭാവത്തെ നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോയാൽ തന്നെ വിജയം സുനിശ്ചിതമാണ്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ നമുക്ക് അനുവദിക്കപ്പെട്ട, അല്ലാത്ത സമയത്ത് അനുവദിക്കപ്പെട്ടതും നമ്മുടെ ജീവനും നമ്മുടെ ഈ മനുഷ്യകുലത്തെയും നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നിശ്ചിത സമയത്ത് നമ്മൾ വിട്ടു നിൽക്കുന്നു.
അത് വിട്ടുനിന്നു. പക്ഷേ ഒരു സമയത്തും പറ്റാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരുന്നാൽ ഈ നോമ്പ് കൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു നോമ്പ് കൊണ്ട് കാര്യമില്ല. ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, പിന്നെ ഹറാമ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പോൾ ആ നോമ്പ് അതിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലനം വേണ്ട പോലെ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തരത്തിൽ ആ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാതെ, ചീത്ത കാര്യങ്ങളെ തൊട്ട്, ചീത്ത സംസാരത്തെ തൊട്ട് സൂക്ഷിക്കാതെ വെറുതെ അന്നപാനീയങ്ങളെ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു ഫലവുമില്ല എന്ന അർത്ഥത്തിൽ പല ഹദീസുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നമസ്സൗമു ജുന്ന, ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയമാണ്. മനുഷ്യൻ്റെ ശാരീരിക വികാരങ്ങളിൽ നിന്ന് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താൻ, മനുഷ്യനെ പാകപ്പെടുത്തുന്ന ഒരു ഇടമാണ്, ഒരു സമയമാണ്, ഒരു പ്രാക്ടീസിൻ്റെ സമയമാണ് ഈ നോമ്പ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ഓരോ അവയവങ്ങളെയും നാം നിയന്ത്രിക്കുകയും നമ്മുടെ ഖൽബിനെ ദിക്ർ കൊണ്ട് ആമിറാക്കുക, ദിക്ർ കൊണ്ട് അലങ്കരിക്കുക, പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട്, വിശുദ്ധമായ, ഇപ്പോൾ നമുക്ക് ഇരുന്ന് ഖുർആൻ ഓതാൻ പറ്റാത്ത സമയങ്ങളുണ്ടാകും. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും ഓതുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുക. അങ്ങനെ ആ സമയത്തും നമ്മുടെ നാവ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാലോ, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു വട്ടം ഓതിയാൽ അത് ഖുർആനിൻ്റെ 1/3 തുല്യമാണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു ഹദീസിൽ കാണാം, ഒരാൾ 10 വട്ടം ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അവന് ഒരു കൊട്ടാര പണിയുമെന്ന്, 20 എണ്ണം ഓതിയാൽ 2 കൊട്ടാരം പണിയുമെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇദൻ ലനുക്സിറന്ന മിൻ ഖുസൂരിന എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, എങ്കിൽ നബിയെ ഞങ്ങൾ കുറേ കൊട്ടാരം പണിയും നബിയെ എന്ന് പറഞ്ഞു. കുറേ ഇഖ്ലാസ് ഓതുമ്പോൾ അതിനനുസരിച്ച് പണിയോലോ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അള്ളാഹു അക്സറു, അള്ളാഹു നിങ്ങൾ എത്ര പണിയിപ്പിച്ചാലും അതൊക്കെ തരാൻ അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വിശാലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തുപോയി, ഒരു സൈന്യം ഒരു യുദ്ധാവശ്യത്തിനോ മറ്റോ പുറത്തുപോയി. അപ്പോൾ അവർക്ക് ഒരു അമീറായ ഒരാളെ നിശ്ചയിച്ചിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ, അപ്പോൾ ഇദ്ദേഹം നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാ റക്അത്തിലും ഇഖ്ലാസ് സൂറത്ത് ഓതും. അപ്പോൾ അങ്ങനെ ഒരു പതിവില്ല, വ്യത്യസ്ത സൂറത്തുകളാണല്ലോ ഓതുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതൊരു ആവലാതിയായി അവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ, എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന്. എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു ഓതുക, അത് അങ്ങനെ ഓതുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുന്നവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബി പറഞ്ഞു, ഒന്നുമില്ല നബിയെ, ഇന്നഹാ സിഫത്തുർ റഹ്മാൻ ഇന്നി ഉഹിബ്ബു അൻ അഖ്റഅഹാ. ആ സൂറത്തുൽ ഇഖ്ലാസ് മുഴുവനും അള്ളാഹിൻ്റെ വിശേഷണം പറയുന്ന സൂറത്തല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവ അള്ളാഹുവിൻ്റെ വലിയൊരു ഇസ്മാണ്. അള്ളാഹു അഹദ്, അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ മഹത്വം മാത്രം പറയുന്ന ആ തൗഹീദ് വിവരിക്കുന്ന സൂറത്തായതുകൊണ്ട് അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നത്, ആവർത്തിച്ച് ഓതിയത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ, ഇന്ന ഹുബ്ബക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു എന്ന്. മനസ്സിലായോ? അപ്പോൾ ആ നിലക്കുള്ള പല പണികളും നമുക്ക് ചെയ്യാൻ കഴിയും. ചെറിയ ചെറിയ അമലുകളാണ്, പ്രയാസമില്ലാത്ത അമലുകളാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ നിർവഹിക്കാൻ കഴിയും, നമ്മുടെ ഓഫീസിൽ വെച്ച് ചെയ്യാൻ കഴിയും. മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതും നിയ്യത്ത് നന്നാക്കി അതൊക്കെ ഇബാദത്ത് തന്നെ. എന്നാൽ ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഇഖ്ലാസ് ഓതാൻ കഴിയും. ഇങ്ങനെ അതുപോലെ മറ്റ് പലതും ഓതാൻ കഴിയും. നമുക്കറിയാവുന്ന സൂറത്തുകൾ ഓതാം. പരമാവധി ഖുർആൻ നോക്കി ഓതാൻ കഴിയുന്ന സമയത്ത് നോക്കി ഓതുക. അപ്പോൾ കണ്ണുകൊണ്ടും നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും കാതുകൊണ്ടും ഒക്കെ ഇബാദത്ത് എടുക്കുന്ന അവസ്ഥ അപ്പോൾ കിട്ടുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ ചൈതന്യവത്താക്കണം. നമ്മുടെ ഈമാൻ അത് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ റമദാനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. സർവശക്തനായ റബ്ബ് കാണുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ പകലന്തിയോളം അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മനുഷ്യൻ, പക്ഷേ ബാങ്കിൽ പലിശ വരുമ്പോൾ അത് വേറെ ആരും കാണില്ലല്ലോ, അള്ളാഹ് കാണുന്നത് പ്രശ്നമാക്കാതെ എടുക്കുന്ന അവസ്ഥ അവനുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ ശരിയായിട്ടില്ല. അവൻ്റെ ഈമാൻ വളരെ ദുർബലമാണ്, അവൻ്റെ ഈമാൻ ചൈതന്യവത്തല്ല എന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെ, ഈ ഒരു ബോധത്തിലൂടെ, ഈ പ്രവർത്തനങ്ങളിലൂടെ ഹൃദയം വിശുദ്ധമാക്കുകയും ആ ഒരു ഷുഊർ അള്ളാഹു നമ്മുടെ ഒപ്പമുണ്ടെന്ന ആ ഒരു ഷുഊറിനെ വർദ്ധിപ്പിച്ച് അതിനെ ചൈതന്യവത്താക്കി കൊണ്ടുവരാനും നമുക്ക് കഴിയണം. സർവശക്തനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ നമ്മുടെ വിജയം അത് അള്ളാഹ് നമ്മെ സംബന്ധിച്ച് പൊരുത്തപ്പെടുമ്പോഴാണ്. ബാക്കി നമുക്ക് എന്തൊക്കെ കഴിവുണ്ടായാലും റബ്ബിൻ്റെ പൊരുത്തമില്ലെങ്കിൽ ഒന്നും വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല.
കിട്ടുകയല്ല, ആഖിറം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത്തരം സമയങ്ങളിലൊക്കെ നമുക്കിനിയും കുറേ സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ ഉള്ള സമയം മുഴുവനും ഉപയോഗപ്പെടുത്തുകയും നിങ്ങൾ പഠിച്ച അതിനനുസരിച്ച് നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പരിസരത്തും നിങ്ങളുടെ കുടുംബങ്ങളിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളും മറ്റൊക്കെ നടത്തി ദീനീ പ്രബോധനം നടത്തുക. ഒരു കുടുംബ സദസ്സിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ സാധ്യമാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടുക, ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക, തറാവീഹ് നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നായി നിസ്കരിക്കുക, അവിടെ 40 ഹദീസോ മറ്റോ എടുത്ത് ഒരു ഹദീസ് വിശദീകരിച്ച് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ, അതുപോലെ ആൺകുട്ടികളും പള്ളികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മീസാനിൽ വലിയ ഹസനത്തായി ബാക്കി വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ കാരണം കൊണ്ട് ഒരാൾ നന്നായി തീർന്നാൽ അത് മാത്രം മതി നമ്മുടെ ഇഹപര വിജയത്തിന് എന്ന് ഓർക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.